നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ UDF തികഞ്ഞ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന ക്യാമ്പ്, 3 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ സുനിൽ കനകോലു എന്ന് പറയുന്ന ഒരാളുടെ ഒരു റിപ്പോർട്ട് വെച്ചു. 90 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നാണ് ഇവരുടെ ആ ടീം, കനകോലു ടീം പറഞ്ഞിരിക്കുന്നത്. 90 സീറ്റ് നേടുവോ? കനകോലു പറഞ്ഞാൽ അത്രയും സീറ്റ് കിട്ടുമോ? കനകോലു അല്ലല്ലോ, വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്ത് കനകോലു ഇങ്ങനെ പറയുന്നതിൻ്റെ പിന്നിൽ, ബിഹൈൻഡ് ദ സ്ക്രീൻ, അവിടെ കുറച്ച് ട്രിക്കുകളുണ്ട്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലെ VD സതീശനെതിരെ ഒരു വിജിലൻസ് അന്വേഷണത്തിന്റെ നോട്ടീസ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുമെന്നുള്ളൊരു വാർത്ത ബാലനാണത് അനൗൺസ് ചെയ്തത്. ബാലൻ. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UDFനെ പരാജയപ്പെടുത്തി LDFനെ വീണ്ടും അടുത്ത ഭരണം പിടിച്ചെടുക്കുക, 3ാം ടൈമിലേക്ക് വരിക എന്നുള്ളത് അവരുടെ അങ്ങേയറ്റം സ്ഥായിയായ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിലേക്ക് അവർ പോകുന്ന അതേ വേഗതയിൽ തന്നെ ഇവിടെ UDF എങ്ങനെ ഭരണത്തിലേക്ക് തിരിച്ചു വരാം, നഷ്ടപ്പെട്ട ഈ 10 വർഷങ്ങളുണ്ടല്ലോ, അതിലേക്ക് തിരിച്ചു വന്ന് എങ്ങനെ ഈ ഭരണത്തിൻ്റെ ധാരാളിത്തമുള്ള ആഹ്ലാദം ആസ്വദിക്കാം എന്ന ചിന്താഗതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിൽ കനകോലു അയാളൊരു രാഷ്ട്രീയ നിരീക്ഷകനാണോ? അല്ല, വിശകലന വിദഗ്ധനാണ്. തിരഞ്ഞെടുപ്പുകളൊക്കെ ഇങ്ങനെ അതിന്റെ സർവേ എന്ന് പറയില്ലേ, സർവേ എടുത്ത് വിശകലനം ചെയ്യുന്ന പോലുള്ള ഇതിനെക്കുറിച്ച് വിദഗ്ധ അഭിപ്രായം പറയുന്ന ഒരാളാണ്. ഇദ്ദേഹം അഭിപ്രായം പറയുമ്പോൾ ഈ അഭിപ്രായം കോൺഗ്രസിനോടല്ല ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം പബ്ലിക്കായിട്ടല്ല പറയുന്നത്, കോൺഗ്രസിനോടാണ് പറയുന്നത്. ഈ കോൺഗ്രസിന് ഈ വാർത്ത കിട്ടിയാൽ കോൺഗ്രസ് എന്ത് ചെയ്യും? അത് എസ്റ്റാബ്ലിഷ് ചെയ്യും, മീഡിയക്ക് കൊടുക്കും. മീഡിയക്ക് കൊടുക്കുമ്പോൾ മീഡിയ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവരും. അപ്പൊ നമ്മളുടെ മൈൻഡിലേക്ക് എന്താ വരുന്ന, കോൺഗ്രസിന് ജയിക്കാൻ സാധ്യതയുണ്ട്, 90 സീറ്റ് നേടും. അതായത് 70, അതായത് ചർച്ചയാക്കി മാറ്റുക, പൊതുയിടങ്ങളിൽ ചർച്ചയാക്കി മാറ്റുക, ആ ചർച്ച കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, പരമാവധി വോട്ട് സംഭരിക്കുക. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോലെ സോഷ്യൽ മൈൻഡ് സെറ്റിംഗ് എന്ന് പറഞ്ഞ സാധനമാണിത്. അതായത് സാധാരണ വ്യക്തികളുടെ, ഇപ്പൊ പണ്ട് BJP ജയിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും പറയുന്നത്, നിങ്ങൾ എന്തിനു വെറുതെ വോട്ട് പാഴാക്കുന്നത്, അത് ജയിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ ആൾക്കാർ അത് ശരിയാണല്ലോ, എന്നാൽ പിന്നെ മറ്റവന് കൊടുത്തേക്കാം ചിന്തിക്കും. കാരണം 3 പേരിൽ ഒരാളോടായിരിക്കും കടുത്ത എതിർപ്പ് എല്ലാവർക്കും ഉണ്ടാകുന്നത് ത്രികോണ മത്സരത്തിൽ, അല്ലെങ്കിൽ പല ആൾക്കാരുണ്ടാകുമല്ലോ. അപ്പൊ ഇതിൽ അവർക്ക് പല ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പോൾ ഒരു സ്വതന്ത്രനാണ്, പക്ഷെ ജയിക്കില്ല എന്നുള്ള രീതിയിൽ അവന് വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. സ്വതന്ത്രനായതുകൊണ്ടാണ് ചെയ്യാത്തത്. എന്നാൽ കഴിവുള്ള ആൾക്കാരിൽ നിന്ന് ഈ വോട്ട് കഴിവില്ലാത്തവരിലേക്ക് പോകാൻ ഇതൊരു കാരണമാണ്, ഈ പ്രചരണം എന്ന് പറയുന്നത്. എന്നപോലെ ഇപ്പോൾ ഇത് മുന്നിലേക്ക് വരുമ്പോൾ സാധാരണ ആൾക്കാർ കോൺഗ്രസ് ജയിക്കും എന്ന് ചിന്തിക്കുന്നത് പോലെ കോൺഗ്രസിന്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തകന്മാരുൾപ്പെടെ എന്താ ചിന്തിക്കുന്നത്, അവർ ഊർജ്ജസ്വലരാകുകയാണ്. ഞങ്ങൾ ജയിക്കാനുള്ള സാധ്യത ഒരു തന്ത്രമാണ്. അത് തന്ത്രമാണ്. ഇതൊരു പക്ഷെ പെയ്ഡ് ന്യൂസ് ആകാം. നമ്മുടെ രാജ്യത്ത് ഇതുപോലെ എന്തെല്ലാം അഭ്യാസങ്ങൾ നമ്മൾ കുറെ കണ്ടതാണ്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് സർവേ റിപ്പോർട്ട് നടത്തി എത്രയോ മാധ്യമങ്ങളുണ്ട്, മുഖ്യധാര മാധ്യമങ്ങൾ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 8 നില പൊട്ടി. ഹരിയാനയിൽ എന്തായിരുന്നു, ഡൽഹിയിൽ എന്തായിരുന്നു, അവിടെ നമ്മൾ കണ്ടതല്ലേ കോൺഗ്രസ് വൻപിച്ച. ശരിക്കും ഈ സർവേ എന്ന് പറയുമ്പോൾ സർവേയുടെ കുറെ തലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, പല ഇടങ്ങളിലുള്ള ഒരു 100 പേരെ ഇവർ സെലക്ട് ചെയ്യും. പല വിഭാഗത്തിലുള്ള, പല മതങ്ങളിലുള്ള, പല രാഷ്ട്രീയ പാർട്ടികളിലുള്ള, വിവിധ ദേശങ്ങളിലുള്ള ആളുകളെ ഇവർ സമീപിച്ചിട്ട് ഒരു 100 പേരിൽ നിന്നായിരിക്കും അഭിപ്രായം തേടുക. ഈ അഭിപ്രായം 100 പേര് പറഞ്ഞ അഭിപ്രായത്തിൽ എത്ര പെർസെൻറ്റേജ് ഏത് പാർട്ടിക്കാണ് ഗുണകരമാകുന്നതെന്ന് കണക്കൂട്ടിട്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ പറഞ്ഞത് കൊണ്ടൊരു പാർട്ടി ജയിക്കണമെന്നില്ല. ഇല്ല, റാൻഡം സർവേ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് പല വിഭാഗങ്ങൾ, എല്ലാ ക്ലാസ്സിലുമുള്ള ഉദ്യോഗസ്ഥരുണ്ടാകാം, തൊഴിലാളികളുണ്ടാകാം, ബ്യൂറോക്രാറ്റുകളുണ്ടാകാം, പത്രപ്രവർത്തകരുണ്ടാകാം, പോലീസ് ആരും ആകാം. ഇവരിൽ നിന്നൊക്കെ അഭിപ്രായം തേടുമ്പോൾ ഈ ഇലക്ഷന് മുൻപാണല്ലോ ഇത് റിപ്പോർട്ടായിട്ട് വരേണ്ടത്. സർവേ റിപ്പോർട്ട് വരേണ്ടത് ഇലക്ഷൻ മുമ്പാണ്. ഇലക്ഷൻ എത്ര ദിവസം മുൻപ് ചെയ്യണം? ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഈ ലോങ് പ്രോസസ്സ് എന്ന് പറയുന്ന സാധനത്തിൽ ആവറേജ് എടുക്കലാണിത്. അപ്പൊ ഈ ലോങ് പ്രോസസ്സിന് ഒരു മിനിമം ഒരു 2 ആഴ്ചയോ 1 മാസമോ വേണമല്ലോ, നമുക്ക് ന്യായമായി ചിന്തിക്കാമല്ലോ. അത് എന്നിട്ട് പിന്നെ പഠിക്കണം, വേണം. അപ്പൊ ഇത് പഠിക്കാനും പരിശോധിക്കാനും പിന്നെ പഴയ റിപ്പോർട്ടുകളുമായിട്ടും പഴയ സർവേകളുമായിട്ടും ഒക്കെ സമയം വേണം. ഇത് കഴിഞ്ഞിട്ട് ഇവർ പ്രഖ്യാപിച്ചു, ശരി, നമ്മളിതെല്ലാം വായിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് വിവിധ അടവുകൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രശാലയാണ്. അതായത് ഇതുപോലെ മനുഷ്യനെ മയക്കാനായിട്ട് എല്ലാ കുതന്ത്ര വിദ്യകളും കൊണ്ടുവരുന്ന മറ്റൊരു സംവിധാനമില്ല. കാരണം അധികാരത്തിന്റെ ആ രുചി ആസ്വദിച്ചവനെ അവൻ അറിയാം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അനുഭവിക്കുന്നതല്ല.
ജനങ്ങളോട് ആധിപത്യം കാണിക്കുന്ന മന്ത്രിമാര്, അതേ ഭരണകർത്താക്കളാണ് ഈ ആധിപത്യം ഉള്ള ആൾക്കാർ. മനസ്സിലാകുന്നുണ്ടല്ലേ? നമ്മളിൽ എല്ലാവർക്കും അവർക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്, അവരുടെ ആധിപത്യത്തിലാണ് നമ്മൾ. ഇത് സുഖിച്ച ഒരാളും ഏത് വഴി ഉപയോഗിച്ചാലും അതിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുകയില്ല, അവൻ പോയിരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം തന്ത്രങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ആ തന്ത്രങ്ങളുടെ മറുവശം എന്ന് പറയുന്നത്, ഇപ്പോൾ സർവേ വന്നു കഴിഞ്ഞാൽ സർവേ മറികടക്കാൻ എളുപ്പമാണ്. അത് എത്രയോ സർവേകൾ ഒരു പ്രയോജനമില്ല പോയിട്ടുണ്ട്. കാരണം ജനവികാരം മാറാനായിട്ട് വളരെ പെട്ടെന്നൊരു സമയം മതി. ഉദാഹരണത്തിന് ശ്രീ രാഹുൽ മാങ്കൂട്ടം MLA, എനിക്കൊക്കെ വളരെ അദ്ദേഹത്തിന്റെ ചുറുചുറുക്കും ആ സംസാരപാഠവും എതിരാളികളെ പോയിന്റ് വെച്ച് വളരെ വിദഗ്ധമായിട്ട് അദ്ദേഹത്തെ കോർണർ ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടില്ലേ? പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വാർത്ത വന്നതോടുകൂടി മൈൻഡ് സെറ്റ് പോയി. ആ വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പോഴും നമ്മൾക്ക് അറിയാമോ? അറിയത്തില്ല. അത് കോടതി തെളിയിക്കേണ്ട കാര്യമല്ലേ? ആ വാർത്തയുടെ പിന്നിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ആരൊക്കെ അതില് മനഃപൂർവ്വമായിട്ട് കെട്ടിച്ചമച്ചിട്ടുണ്ടാകാം, ഇതൊന്നും നമ്മൾ ചിന്തിക്കില്ലല്ലോ. ദിലീപിന്റെ കേസിൽ ഇത് തന്നെയല്ലേ? ദിലീപിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് കോടതി നിശ്ചയിച്ചു. കോടതി നിശ്ചയിച്ചപ്പോൾ മാധ്യമങ്ങൾ അതല്ല എന്ന മറ്റൊരു ജഡ്ജ്മെന്റുമായിട്ട് അംഗീകരിക്കാൻ ഇപ്പോഴും തയ്യാറാകാത്തവരുണ്ട്. കോടതി വിധി പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത മാധ്യമങ്ങൾ ഈ സാധനം ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തു. ഇപ്പൊ ജനങ്ങളുടെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇപ്പോഴും ദിലീപിനെ വിധിച്ച കോടതിയിലെ ജഡ്ജിയേക്കാളും വലിയ ജഡ്ജിമാരായിട്ട്, അല്ലെങ്കിൽ LLB എടുത്ത് ആ കേസിൽ അപ്പീർ ചെയ്ത വക്കീലന്മാരെക്കാളും വലിയ വക്കീലന്മാരായിട്ട് ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ചാനൽ ജഡ്ജിമാരുണ്ടല്ലോ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ മനുഷ്യന്റെ മനസ്സ്. അതിലേക്ക് ഒരു വിഷയം ഇഞ്ചക്ട് ചെയ്താൽ, അത് സർവേ വന്നതിന് ശേഷമാണെങ്കിൽ ആ ഇഞ്ചക്ഷൻ ഫലിച്ചാൽ അവർ മറിച്ച് വോട്ട് ചെയ്യും. പിന്നെ സർവേ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും സർവേ നടത്താറുണ്ട്. അതെ. ഈ സർവേകളിലെല്ലാം പൊതുവിൽ കാണുന്നത് പലപ്പോഴും ഒരു 60% ഇതിന്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത്. അതും എപ്പോഴും 60%, ചിലപ്പോൾ 40% പോയത് കണ്ടിട്ടുണ്ട്. എപ്പോഴും സർവേ ഫലം എപ്പോഴും ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായിരിക്കും. അങ്ങനെ ഒരു കണക്കൂട്ടലുണ്ടല്ലോ സാർ. സർവേ ഫലം അനുകൂലമായിട്ടും വന്നിട്ടുണ്ട്. എങ്കിലും ഇതിൽ ഇനി മറ്റൊരു കാര്യം കൂടെ, കഴിഞ്ഞ തവണ മാത്രമാണ് കേരളത്തിലെ എല്ലാ സർവേ ഫലങ്ങളും 8 നിലയിൽ പൊട്ടിപ്പോയത്. കാരണം LDF 5 വർഷം ഭരിക്കുന്നു. സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് 5 വർഷം LDF, പിന്നെ UDF, LDF, UDF ഇങ്ങനെ മാറി വരുന്നിടത്തു നിന്നും കഴിഞ്ഞ തവണ പ്രളയം വന്നു, ഓഖി വന്നു, വൻ ദുരന്തങ്ങളുടെ ഒരു കയത്തിൽ നിൽക്കുന്നു. എത്രത്തോളം അത് ഗുണകരമാണ്? കാരണം വാക്സിനൊക്കെ എടുത്തതുമായി ബന്ധപ്പെട്ട ഇപ്പോഴും പരാതികളും പ്രശ്നങ്ങളും, വാക്സിൻ എടുത്തവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി ചെറുപ്പക്കാർ മരണപ്പെട്ട ഒരു അവസ്ഥയിലേക്കും വന്നു. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ നിന്നിട്ടും അവസാന സമയത്ത് ഒരു കിറ്റ് കൊടുത്തൊരു പെട്ടെന്നൊരു തന്ത്രം ഇറക്കിയതിന്റെ പേരിൽ സർവേ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? സകല സർവേ ഫലങ്ങളെയും പൊട്ടിച്ച്, അതായത് സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് LDF പോയതിന്റെ ഒരു ഗുണമാണ് തുടർഭരണം കിട്ടിയത്. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ സർവേക്ക് വേണ്ടി ഒരാൾ സമീപിക്കുന്നു. നമ്മൾ ഇലക്ഷന് വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം പൂർണ്ണമായിട്ട് അറിയാം. ഈ വോട്ടിംഗ് രഹസ്യമാണ്. ഞാൻ ആർക്ക് വോട്ട് ചെയ്യുന്നു ആരും കണ്ടുപിടിക്കില്ല, നമുക്കറിയാം, ഉറപ്പുണ്ട്. പക്ഷെ സർവേയിൽ ആ ട്രാൻസ്പെറൻസി ഇല്ല. അവർ കൊടുക്കുന്ന ഒരു ഫോമോ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ലിങ്കോ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്ലിക്ക് ചെയ്യുന്നത് അവരെക്കുറിച്ച് എന്ത് വിചാരിക്കും, നമ്മൾ കണ്ടുപിടിച്ചാൽ എതിരാളികൾക്ക് ഇത് കിട്ടുമോ, ഈ ഡാറ്റ മറ്റുള്ളവർക്ക് കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വേണമെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആശയങ്ങൾക്ക് വിരുദ്ധമായി അവർക്ക് സർവേയിൽ പങ്കെടുക്കാം. ഇപ്പൊ സർവേ പൂർണ്ണമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ എറണാകുളത്ത് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് സർവേ നടത്തുകയാണ്. അപ്പോൾ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് സർവേ നടത്തുമ്പോൾ പല സ്ഥലങ്ങളിൽ, ചെല്ലാനത്തു നിന്ന് ഉണ്ടാകാം, തോപ്പുംപടിയിൽ നിന്നുണ്ടാകാം, പള്ളൂരത്തിൽ നിന്നുണ്ടാകാം, ഏത് ആ പ്രദേശം ഏതൊക്കെയാണോ അതിൽ ഉൾപ്പെടുന്നത് അവിടെ നിന്നൊക്കെ സർവേയിൽ പങ്കെടുക്കുന്നുണ്ട്. 10 പേര് വീതമാണെന്ന് വിചാരിക്കുക. പക്ഷേ ഒരു മണ്ഡലത്തിലെ, അതായത് 1000-ഓ 10,000-ഓ വോട്ടൊക്കെ ഉള്ള ഒരു മണ്ഡലത്തിലെ 10 പേരെയാണോ നമ്മൾ ഈ മറ്റുള്ളവരുടെ മനോഭാവമായിട്ട് താരതമ്യം ചെയ്യാൻ സാമ്പിൾ എടുക്കേണ്ടതല്ലല്ലോ. അപ്പൊ സർവേ എന്ന് പറയാൻ അബ്സല്യൂട്ട്ലി അത് റൈറ്റ്. ഈ ഒരു ഇപ്പോഴത്തെ ഈ കനകോലുവിന്റെ ഈ റിപ്പോർട്ടും പ്രകാരം ആനന്ദിച്ച് തുള്ളിച്ചാടി കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും ആ ഒരു ലക്ഷ്യം വെച്ച് തന്നെ, വി.ഡി. സതീശൻ പറഞ്ഞാൽ 100 സീറ്റ് ഉറപ്പായിട്ട് നേടുമെന്നാണ്. അതിൽ 10 സീറ്റ് കുറച്ചുകൊണ്ടാണ് സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇനി എത്ര സീറ്റ് പിടിച്ചെടുക്കുമെന്നും എങ്ങനെ പ്രവർത്തനം പോകുമെന്നും, ഇനിയും LDF എന്തൊക്കെ തന്ത്രങ്ങൾ, LDFന്റെ സർവേ ഇനി വരുന്നു. അപ്പം സർവേകൾ ഇനി വരണം. ഇതിനൊക്കെ അപ്പുറമായിട്ട് BJP തന്ത്രങ്ങളുടെ വലിയ തന്ത്രശാല ഒരുക്കിയിട്ട് തിരുവനന്തപുരത്തെ നഗരസഭ പിടിച്ചതുപോലെ കേരളം മുഴുവൻ പിടിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പം അത് നിയമസഭാ ഇലക്ഷനുള്ള ഒരു തുടക്കവും ഒരു
പോർവിളിയും വെല്ലുവിളിയൊക്കെ ആയിട്ട് BJP ഏറ്റെടുത്ത് വരുമ്പോൾ പിന്നെ BJPയുടെ സർവേ എന്താണെന്ന് കണ്ടറിയണം. അല്ല, BJP സർവേ ആയിട്ട് വരട്ടെ. സർവേ ഇപ്പോഴും ഒരു ബൂസ്റ്റർ ഡോസ് ആണല്ലോ. നല്ല എന്താ ഉന്മേഷത്തോടു കൂടി 3 മുന്നണികളും മത്സരിക്കട്ടെ. ഇതിൽ സർവേ ജയിക്കുമോ അതോ ജനങ്ങൾ വോട്ട് എപ്പോഴും ജനങ്ങളെ ജയിക്കുള്ളൂ. ജനങ്ങളുടെ മുകളിലായിട്ട് ഒരു സർവേയും ഇല്ല. കാരണം ജനം തീരുമാനിക്കാതെ എല്ലാ സർവേ ആയിട്ട് ഇപ്പോൾ ഒരു സർവേ വന്നു, അട്ടിമറിക്കണേ അട്ടിമറിക്കുക. അതിന്റെ അർത്ഥം ഇത് കോൺഗ്രസ് ഭരണത്തിൽ വരികയില്ലെന്നല്ല. കോൺഗ്രസ് ഭരണത്തിൽ വരാനുള്ള അനുകൂലമായ നിരവധിയായ ഘടകങ്ങളുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷെ സർവേ ആണ് നമ്മൾ ആ ഒരു രീതി. ഒരുപക്ഷെ ഇതിലേക്കാൾ കൂടുതൽ സീറ്റ് കോൺഗ്രസ് നേടാൻ പാടില്ലെന്നുണ്ട്. ഇപ്പോൾ 90 പറഞ്ഞിരിക്കുന്നത്, 140 120 നേടാൻ പാടില്ലെന്നുണ്ട്. അപ്പൊ സർവേ അബ്സല്യൂട്ട്ലി നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതെ. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക.